ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിലെ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്ന് ചിലർക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടോ. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിങ്കൾ, ബുധൻ, വെള്ളി എന്നിങ്ങനെ 3 ദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. 3 ദിവസത്തിൽ നമ്മൾ സാധാരണ സമയം തന്നെയാണ്, 12:15 തന്നെയാണ് വീഡിയോ ഇടുന്നത്. ആദ്യം നമ്മൾ എല്ലാ ദിവസവും ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ചായപ്പോൾ എല്ലാം കൂടെ പറ്റാത്ത കാരണം ഞാൻ ആഴ്ച 3 ദിവസം മാത്രമാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത്. അതുപോലെ അതിനിടയിലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഷോർട്സൊക്കെ ഇടാറുണ്ട്. അത് 1 മണിക്ക് അങ്ങനെ ഇടും കേട്ടോ ഷോർട്സ്. അപ്പോൾ ഇനി പുതിയതായിട്ട് കാണുന്ന ആൾക്കാരും പിന്നെ പഴയ ആൾക്കാരും ഒക്കെ നമ്മുടെ എപ്പോഴാണ് വീഡിയോ ഒന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ലോങ് വീഡിയോ ഇടുന്നതാണ്, അതുപോലെ ഷോർട്സ് വീഡിയോ ഇടുന്നതാണ് എല്ലാ ദിവസവും അങ്ങനെ. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തുണി വിരിച്ചിട്ടാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത്. അല്ലാത്ത വേറെ കുക്കറും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തുണി വിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കമൻറ്റിലൂടെയൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ അല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുക വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ തുണി വിരിക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് നല്ല എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഉണ്ടാക്കുമ്പോൾ അതിൽ എണ്ണയുടെ അംശം എന്തായാലും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ തീർത്തും എണ്ണ വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ പ്രത്യേകം ഒരു ടേസ്റ്റാണ് നമ്മളിങ്ങനെ തുണിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ വിട്ട് വരികയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലി അതൊന്ന് മാറ്റിയെടുത്തിട്ട് അടുത്ത ഇഡ്ഡലി ഒഴിക്കേണ്ട ടൈമും നമുക്ക് ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മൾ കുക്കർ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ചൊരു ആറണം, എന്നാൽ മാത്രം നല്ല ഷേപ്പോട് കൂടി കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ തുണിയിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പ്രശ്നവും ഇല്ല. എടുത്ത വഴിക്ക് നല്ലപോലെ വെള്ളം തെളിച്ച് അത് പ്ലേറ്റിൽ കൊട്ടിയതിന് ശേഷം ആ തുണിയുടെ മേലെ കൂടെ ഒന്ന് വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയി തന്നെ അപ്പം തന്നെ റിമൂവ് ചെയ്ത് നമുക്ക് അടുത്തുള്ള ഇഡ്ഡലി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മളിനി അടുത്ത വീഡിയോയിലേക്ക് കിടക്കാൻ പോകണം. നമ്മൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് വരാം അല്ലേ. അപ്പോൾ അടുക്കള വൃത്തിയായിട്ടിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് ശീലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മുടെ വീട്ടിലാണ് അല്ലേ. അത് വൃത്തിയായിട്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് നമ്മുടെ അടുക്കളയാണ്. അത് നമ്മുടെ സാമ്രാജ്യമാണ് അല്ലേ. അത് നമുക്ക് എല്ലാത്തിനേക്കാളും വൃത്തിയും ശുദ്ധവും വേണം. എന്നാൽ മാത്രം നമുക്ക് മനസ്സ് നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. എത്രത്തോളം നമ്മൾ നമ്മുടെ അടുക്കള വൃത്തിയായിരിക്കുന്നു അത്രത്തോളം നമുക്ക് സന്തോഷവും അതുപോലെ അവിടെ പോയി വർക്ക് ചെയ്യാനുള്ള എന്താ പറയുക സന്തോഷം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടിപ്സുകൾ അടുക്കള വൃത്തിയായിരിക്കുന്നതിന്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്നതിന് കുറച്ച് ടിപ്സുകൾ, അങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചീര പോലെയുള്ള ഐറ്റംസൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെയുള്ള വലിയ ഒരു പാത്രത്തിൽ കഴുകി വെക്കുകയാണെങ്കിൽ വെള്ളം നല്ലപോലെ തന്നെ വാർന്നു വരും. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് ചീര അങ്ങനെ വെക്കുന്ന സമയത്ത് നേരത്തെ തന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ലപോലെ കഴുകിയിട്ട് അത് വാരാൻ വെച്ചിട്ട് വേണം ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അല്ലാണ്ട് നമ്മൾ മുറിക്കുന്ന സമയത്ത് കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ വെള്ളം എല്ലാവിടെയും പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ചീര കഴുകി വെള്ളം വാരാൻ വെച്ചതിന് ശേഷം ഇതുപോലുള്ള പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് വെക്കണേ ബാക്കിയുള്ള വെള്ളം കൂടെ പ്ലേറ്റിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കഴുകിയിട്ടാണല്ലോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറിക്കുമ്പോഴേക്കും മാക്സിമം വെള്ളമൊക്കെ പോയിട്ടുണ്ടാകും. നമ്മൾ ചീരയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ മണത്തങ്കാളി ചീരയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചീരയും ഒരുപോലെ തന്നെ മണത്തങ്കാളിക്ക് പറയുമ്പോൾ കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മുറിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി ചേർത്ത് വറ്റൽമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ നമ്മൾ ചീര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ചീര ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ അതിൻ്റെ മേലേക്ക് ഉപ്പ് പതറി കൊടുത്തു. എന്താ പറയുക, നമ്മൾ ഉപ്പിൻ്റെ അംശം വരുമ്പോൾ മാത്രമേ നമ്മുടെ ചീരയിൽ നിന്ന് വെള്ളം പുറത്ത് വരുള്ളൂ. അപ്പോൾ ചീരയിൽ നിന്ന് വെള്ളം പുറത്ത് വന്നാൽ മാത്രമേ നമ്മുടെ ചീര നല്ല ഡ്രൈ ആയിട്ട് പെട്ടെന്ന് റെഡിയാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പ് പതറി കൊടുത്തിട്ടുണ്ട്.
ഉപ്പ് വെതറിയത് കൊണ്ട് കണ്ടോ നമ്മുടെ ചീരിയിൽ നിന്ന് നിറയെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരയിൽ വെള്ളം മാക്സിമം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ചീര ഇതുപോലെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നടുക്കുള്ള വെള്ളം നല്ലപോലെ തന്നെ പെട്ടെന്ന് വറ്റി വരും കേട്ടോ. കുറച്ച് നേരം ഇതുപോലെ കൂട്ടി വെള്ളം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ചുകൂടെ ഇതുപോലെ ഒന്ന് നടുവിലേക്ക് വെള്ളം ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചീരയിൽ നിന്നുള്ള വെള്ളം വറ്റി വരും. അതുമാത്രമല്ല നമ്മുടെ ചീര പച്ച കളറോട് കൂടി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീര വെക്കുന്ന സമയത്ത് ഒരിക്കലും അടച്ച് വെക്കരുത് കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചീരയുടെ നിറം മാറി വേഗം കറുത്ത നിറം പോലെ ആകും. അത് രണ്ടാമത്തെ ടിപ്പ്. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ചീരയിൽ കുറച്ച് വെള്ളമുണ്ട് കണ്ടോ, സെൻറ്ററിൽ നമുക്ക് കുറച്ച് വെള്ളമുണ്ട്. അത് കുഴപ്പമില്ല, കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ ചീര ഉപ്പേരിയിൽ നമ്മൾ കോഴിമുട്ട കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മണത്തങ്കാളി അരിയിൽ കോഴിമുട്ട ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നടുക്ക് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോഴിമുട്ട എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അതൊന്ന് ഡ്രൈ ആയി വരുന്ന നേരത്ത് നമ്മൾ ഈ കയ്യിലിൻ്റെ പിൻഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉലർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം കൊണ്ട് ചെയ്യുമ്പോൾ നന്നായി ഉലർന്ന് വരില്ല. അപ്പോൾ ഈ സൈഡ് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചീരി മുട്ടി നല്ലപോലെ തന്നെ ഉലർന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളവും നല്ലപോലെ തന്നെ വറ്റി നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടോ, സെൻട്രലിൽ ഉണ്ടായിരുന്ന നിറയെ വെള്ളം ഉണ്ടായിരുന്നതില്ലേ, നമ്മൾ അതെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരയൊക്കെ വെക്കുന്ന സമയത്ത് ചില ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്, നമ്മൾ തീർത്തും വെള്ളം ഒഴിക്കാണ്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും വെള്ളം ആ ചീരിയിൽ നിന്ന് ഇറങ്ങി വന്നതായിരുന്നു. അത് മുഴുക്ക ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ നമുക്കിത് ഡ്രൈ ആയി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം നമ്മുടെ ചീര, മുരിങ്ങ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപ്പേരിയാക്കുന്ന എടുക്കുന്ന സമയത്ത് കയ്യിലിൻ്റെ ഇങ്ങനെയുള്ള ഭാഗം കൊണ്ട് ഒന്ന് തട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ഉതിരിയായിട്ട് തന്നെ നമ്മുടെ ഉപ്പേരികൾ കട്ട കുത്താണ്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇനി അവസാനം ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ എന്താ പറയുക, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരയുടെ കളറൊന്നും നഷ്ടപ്പെടാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു റെസിപ്പിയായി ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ടിപ്പ്, ഇനിയിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊണ്ടുവന്ന ചോറും പാത്രങ്ങൾ കേട്ടോ. അപ്പോൾ അത് ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ കഴുകി എല്ലാം ആക്കി വെക്കുക. അതായത് അവർ വലിയ പാത്രങ്ങൾ, കുഞ്ഞു പാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരം നമുക്ക് ചോറാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ആ കൊട്ടയെടുത്ത് അതൊന്ന് ചോറ് എല്ലാവർക്കും ആക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് പറയുന്നത് വെള്ളം. നമുക്ക് ഒരു ദിവസം ഒരാൾ, വലിയ ആൾക്കാർ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്കത് എണ്ണം വെക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള കുപ്പിയിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുപ്പിയായിട്ട് കരുതി വെക്കുക. അപ്പോൾ ഓരോ കുപ്പി കഴിയുമ്പോഴും അത് നിറച്ച് വെച്ച് അതിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ എത്ര കുപ്പി വെള്ളം നിറച്ചു എന്നോ എത്ര വെള്ളം കുടിച്ചു എന്നുള്ള കണക്ക് നമുക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ 4 പേരുണ്ട്, 4 പേർക്കും 4 കുപ്പിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ കുപ്പിയിൽ രാവിലെ വെള്ളം ഇതുപോലെ ആക്കി വെക്കും. അപ്പോൾ കഴിയും തോറും അതിലൊക്കെ നമ്മൾ ആക്കി വെക്കേണ്ട. അപ്പോൾ ഒരാൾ എത്ര വെള്ളം കുടിക്കുന്നു എന്ന് കറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് എണ്ണുമ്പോൾ കറക്റ്റ് എണ്ണം കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണം തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാനും നമുക്കൊരു സൗകര്യമാണ്. ചൂടുവെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കുടിക്കേണ്ട ഇതുപോലെയുള്ള പാത്രത്തിൽ നമ്മൾ വെള്ളം ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് കുടിക്കാനും അതുപോലെ നമ്മുടെ എണ്ണം തെറ്റാണ്ട് നമ്മൾ എത്ര ഒരു ദിവസം വെള്ളം കുടിച്ചു എന്നുള്ള കണക്കും നമുക്ക് കിട്ടും കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ അടുക്കളയിൽ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ കുടത്തിലൊക്കെ വെള്ളം വെക്കുന്നുണ്ട് എങ്കിലും പക്ഷേ ഇങ്ങനെയുള്ള പാത്രത്തിൽ വെക്കുന്നതാണ് നമുക്ക് ഒരുപാട് സൗകര്യമായിട്ട് ഉണ്ടാകാറുള്ളത്. എന്താ പറയുക, നമുക്ക് ഇതിലാവുമ്പോൾ കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞു ഡവറ പോലത്തെ പാത്രങ്ങൾ കൊണ്ടൊക്കെ വെള്ളം പെട്ടെന്ന് മുക്കിയെടുക്കാൻ വളരെ സൗകര്യമാണ്. അതുകൊണ്ട് നമ്മളിത് കഴുകുമ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇതൊന്ന് മുക്കി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ എടുക്കുക കേട്ടോ. മാക്സിമം എടുത്ത പാത്രങ്ങൾ കഴുകി അതുപോലെ എടുത്ത് വെക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് പാത്രങ്ങൾ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ ആകെ തലവേദന പോലെ തോന്നും കേട്ടോ. ഇത്രയും പാത്രങ്ങൾ കഴുകാനും എടുക്കാനും ഒതുക്കാനും എല്ലാം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേണ്ട പാത്രങ്ങൾ മാത്രം എടുക്കുക, വേണ്ടാത്ത പാത്രങ്ങൾ കൈയോടെ കഴുകി മാറ്റി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പുതിയ പാത്രങ്ങളൊക്കെ എടുക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അവരെല്ലാം പോയത്
മാറിയതിന് ശേഷം അതേപോലെ നല്ല നീറ്റായി കഴുകി തുടച്ച് ക്ലീനാക്കി അതാത് സ്ഥലത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ ഒരുപാട് സ്ഥലം നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി വരുമ്പോൾ എന്താ പറയുക, നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ കഴുകേണ്ട പാത്രങ്ങൾ കൈയോടെ തന്നെ കഴുകി മാറ്റി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ അടുക്കള എന്നും നീറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ടിപ്പാണ് നമ്മൾ ഈ പറയുന്നത്. എന്നും നീറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഏത് സമയത്തും നമ്മുടെ അടുക്കള നീറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോലികൾ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ കഴുകേണ്ട പാത്രങ്ങളെല്ലാം മാറ്റി കഴുകി അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടച്ച് വൃത്തിയാക്കി ഇട്ടാൽ മാത്രമേ നമ്മുടെ അടുക്കള എന്നും പോസിറ്റീവായിട്ടും വൃത്തിയായിട്ടും ഇരിക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പും പാത്രം അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് വെക്കുമ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും വെക്കാണ്ട് ഇതുപോലെ ഭരണിയിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നന്നായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഫസ്റ്റ് പറയേണ്ട ടിപ്പാണ് കേട്ടോ, ഞാൻ പറയുന്നിടയിൽ അങ്ങനെ വിട്ടുപോയതാണ്. ജനൽ ആദ്യമേ വന്ന് തുറന്ന് ക്ലിയർ ആക്കി ഇടണം കേട്ടോ. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന കാറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയും നമ്മുടെ മനസ്സും എല്ലാം നല്ല തണുത്ത് കുളിർമയോടെ ഇരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ അടുക്കള നീറ്റാക്കി ഇട്ടാൽ മാത്രമേ രാവിലെ വളരെ ഉഷാറായിട്ട് നമുക്ക് എല്ലാ ജോലികളും ചെയ്ത് തീർക്കാൻ മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ജോലികളെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ജനലിൽ അടയ്ക്കുക, ഗ്യാസ് എല്ലാം വൃത്തിയായിട്ടുണ്ടോ നോക്കുക, ഗ്യാസ് ലീക്ക് ഉണ്ടോ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, എല്ലാവരുടെയും ക്ലീൻ ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞു. നമ്മൾ രാത്രി എങ്ങനെയാണോ നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ രാവിലെയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ